ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത് സഹനം വഴി നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പീഡകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ശാരീരിക സഹനങ്ങളെ ദൈവാനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്നേ ദിവസം തിരഞ്ഞെടുക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ജോബ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് ശാരീരിക സഹനങ്ങളിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആ സഹനങ്ങളെയൊക്കെ ജോബ് ദൈവാനുഗ്രഹമാക്കി മാറ്റിയത് എപ്രകാരമാണെന്ന് തിരുവചനത്തിൽ കൂടി നമുക്കൊന്ന് കാണുവാൻ സാധിക്കും. ചിലരൊക്കെ പറയാറുണ്ട്, ശാരീരികമായ പീഡകൾ സഹിക്കുന്നത് അവർ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പൂർവികരുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തികൾ സഹനത്തിൽ കൂടി കടന്നു പോകുന്നതെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ജോബ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിയോ ഒന്നുമല്ലാമായിരുന്നു. ജോബ് ദൈവത്തെ സ്നേഹിച്ച് നല്ല ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ, അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? നോക്കുക, എത്രയോ വളരെ വിശ്വസ്തനായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവന്, അതുപോലെ തന്നെ സത്യസന്ധന് നിഷ്കളങ്കനുമായി ജീവിച്ച നല്ലൊരു വ്യക്തിയായിരുന്നു ജോബെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ ജോബിനെ ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് ദൈവം വിട്ടുകൊടുക്കുകയാണ്. സാത്താൻ്റെ പരീക്ഷണത്തിന് അവനെ വിട്ടുകൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം? സാത്താൻ പറയുന്നുണ്ട്, ജോബിനെ ഞാൻ പരീക്ഷിക്കുമ്പോൾ ജോബ് ദൈവത്തെ തള്ളിപ്പറയുമെന്ന്. തൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വേർപാടുകളൊക്കെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു ജീവിക്കും എന്ന് ദൈവത്തോട് വാഗ്വാദം നടത്തുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, ഒരിക്കലും ജോബ് എന്നിൽ നിന്ന് അവൻ അകന്നു പോകുകയില്ല, നിനക്ക് വേണമെങ്കിൽ ഒന്ന് മത്സരിച്ച് നോക്കാം. അങ്ങനെയാണ് സാത്താനും ദൈവവും തമ്മിൽ സംഭാഷണം നടത്തുന്നുണ്ട്. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അതെ, ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ജോബിന് നല്ല സാമ്പത്തികമായ ഉയർച്ചയുണ്ടായിരുന്നു, നല്ല മക്കളുണ്ടായിരുന്നു, ജീവിത പങ്കാളി ഉണ്ടായിരുന്നു, ആടുമാടുകൾ, എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും സമ്പന്നനായി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എല്ലാം നഷ്ടപ്പെടുകയാണ്, ഒന്നിനൊന്നായിട്ട് നഷ്ടപ്പെടുകയാണ്. ഓരോന്നും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴും ജോബ് ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കുകയാണ്. അവസാനം ജോബിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിനക്ക് മതിയായില്ലേ? നീ എന്തിനാണ് ഇനിയും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്? നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി മരിക്ക് എന്നുവരെ പറഞ്ഞ് ജോബിൻ്റെ ജീവിത പങ്കാളി ജോബിനെ പരിഹസിക്കുന്നുണ്ട്. അവിടെയും ജോബ് പിന്മാറുന്നില്ല, ദൈവസ്നേഹത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. തൻ്റെ സഹനങ്ങളിൽ, വേദനകളിൽ, മക്കളുടെ വേർപാടിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു.
തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോലും തന്നെ കുറ്റപ്പെടുത്തി. നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്, നിന്റെ ദൈവത്തെ തള്ളിപ്പറയ് എന്ന് കൂട്ടുകാരും വന്ന് പരിഹസിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ജോബ് തൻ്റെ ജീവിതത്തിൽ താൻ സഹിക്കുന്ന സഹനങ്ങളിൽ നിന്ന് ഓടിയകലാനോ ഈ സഹനത്തിൽ നിന്ന് തന്നെ അകറ്റണമെന്നോ തന്നിൽ നിന്ന് ഈ സഹനം എടുത്തു മാറ്റണമെന്നോ ഒന്നും ജോബ് പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ചില അവസരത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ജോബ് പരാതിപ്പെടുന്നുണ്ട്. എൻ്റെ അമ്മ എന്തിനെന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു, എന്തിനാണ് ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ എന്നൊക്കെ ജോബ് പറയുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ ഇന്ന് മനുഷ്യരായ നമ്മൾ, ബലഹീനരായി നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടും ദുഃഖങ്ങളും രോഗങ്ങളും സഹനങ്ങളും കടബാധ്യതകളും നഷ്ടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത്? നമ്മളെ ആരും മനസ്സിലാക്കാത്ത അനുഭവം, നമ്മളെല്ലാമായി പങ്കുവെച്ചവർ, നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും നമ്മളെ തള്ളിപ്പറയുന്ന അനുഭവങ്ങൾ, സഹിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ വേദനയിൽ അല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ വേർപാടിൽ, അവരുടെ രോഗങ്ങളിൽ, സഹനങ്ങളിലൊക്കെ ചിലരൊക്കെ തളർന്നു പോകാറുണ്ട്, പരാതിപ്പെടാറുണ്ട്, ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട്. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ദൈവം ഇതൊക്കെ അനുവദിച്ചില്ലേ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിക്കുന്നവരുണ്ട്, വിശ്വാസ ജീവിതം ഉപേക്ഷിക്കുന്നവരുണ്ട്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട്, ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ പോലും നമ്മൾ അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ഈ സഹനങ്ങൾ, വേദനകൾ ദൈവം എനിക്ക് അനുവദിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണെന്ന് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിടുവാൻ പാപത്തോട് വിട പറയുന്നു. ശരീരത്തിൽ പീഡ സഹിക്കുമ്പോൾ നമുക്ക് പാപത്തോട് വിട പറയുവാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ക്രിസ്തു അനുഭവിച്ച പീഡാസഹനത്തിൽ നമ്മളെ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ശരീരത്തിൽ സഹിച്ച പീഡകളുടെ ഒരു 10% നമ്മൾ അനുഭവിച്ചാൽ പോലും നമുക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ ഒരു 2-3% ചിലപ്പോൾ നമുക്ക് തരത്തുള്ളൂ. നമ്മളൊരു 90%, 80% അങ്ങനെ സഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകും. അതിനുള്ള ഒരു ശക്തി നമുക്കില്ല. പക്ഷേ ഈശോയുടെ ജീവിതത്തിൽ അതെല്ലാം സഹിക്കാൻ ഈശോയ്ക്ക് ശക്തി ലഭിച്ചത് ഈശോ പ്രാർത്ഥനയിൽ നിന്ന്, ദൈവകരങ്ങളിൽ നിന്ന് ആ ശക്തി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ അകന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ദൈവിക ശക്തിയാൽ നിറയാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സഹനങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബ്രസീലിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് കുഷ്ഠരോഗികൾ വസിക്കുന്ന ഒരു സങ്കേതത്തിൽ സന്ദർശനം നടത്തി. അപ്പോൾ അവിടെയുള്ള കുഷ്ഠരോഗികളിൽ ഒരാളാണ് മാർപ്പാപ്പയ്ക്ക് വെൽക്കം ചെയ്തത്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളിവിടെ രോഗികളും പീഡിതരുമാണ്, എന്നാൽ ഞങ്ങളിവിടെ അതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവരാണ്, ആനന്ദം അനുഭവിക്കുന്നവരാണ്. ഇത് കേട്ടപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റിറ്റു വീണു. ആ മനുഷ്യരുടെ, ആ കുഷ്ഠരോഗികൾ തങ്ങളുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ആ സഹനങ്ങളിൽ അവർക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നത് കേട്ടപ്പോൾ പിതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീണത്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമുക്കറിയാം, ഇന്ന് ജീവിച്ച് മരിച്ച് വിശുദ്ധരായി തീർന്ന അനേകം ആത്മാക്കൾ
നമ്മുടെ ചുറ്റുപാടുമുള്ള സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ശാരീരിക സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ആരൊക്കെയാണോ വിശ്വാസത്തോടുകൂടി തൻ്റെ ശാരീരിക വേദനകളെ, സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത്, ഇത് ദൈവം അറിഞ്ഞുകൊണ്ട് എനിക്ക് തരുന്നതാണ്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്കറിയാം, ജോബിൻ്റെ ജീവിതത്തിൽ ജോബിൻ്റെ ശരീരം മുഴുവൻ വ്രണമായിരുന്നു. കുഷ്ഠരോഗികളെക്കാട്ടിലും അതിലും പീഡനങ്ങളായിരുന്നു ജോബിൻ്റെ ജീവിതത്തിൽ. മണം കൊണ്ട് ആർക്കും ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റത്തില്ല. ശരീരം മുഴുവനും ഇറ്റിറ്റ് വ്രണങ്ങളും വെള്ളവും ഒഴുകി ദുർഗന്ധം വമിച്ചിരുന്ന ആ സമയത്തും ജോബ് തൻ്റെ ശരീരത്തിൽ ഈ ചൊറിച്ചിലൊക്കെ അകറ്റാൻ ചൊറിച്ചിലിൽ നിന്നൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓടിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ചിരണ്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം സഹനത്തിൽ കൂടിയാണ് ജോബ് കടന്നുപോയത്. പക്ഷേ അവിടെയൊന്നും ജോബ് തൻ്റെ ജീവിതത്തിലെ ഓർത്ത് ദൈവത്തെ പഴിച്ചില്ല. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും; അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. ഈ ഒരു വചനം, ഈ ഒരു വിശ്വാസം ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാണ് എങ്കിൽ, ദൈവം അനുവദിച്ച സഹനമാണ് എങ്കിൽ, എനിക്ക് ദൈവം തന്നതാണ് എങ്കിൽ, ഇത് തീർച്ചയായിട്ടും എൻ്റെ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അവിടുന്ന് എൻ്റെ ഈ മുറിവുകളൊക്കെ വച്ചുകെട്ടും, എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള ദൃഢമായ വിശ്വാസമാണ് ജോബിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി, സൗഖ്യമായി കടന്നു വന്നത്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ രോഗപീഠകളിൽ തളർന്നു പോകുന്നത്, സഹിക്കാൻ പറ്റാതെ വരുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ കുറവാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ ശരീരത്തിൽ നിന്ന്, അല്ലെ എൻ്റെ ശിരസിൽ നിന്ന് ഒരു മുടിനാര് പോലും പൊഴിഞ്ഞു പോവുകയില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, നമുക്ക് ആ സഹനങ്ങളെ അതിജീവിക്കാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുവാൻ, അതിൽ നിന്ന് സമാധാനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഇതിന് നമുക്ക് സാധിക്കാതെ വരുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ജോബിൻ്റെ ജീവിതത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്: ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശാസനത്തെ അവിടുന്നാണ് അനുവദിക്കുന്നത്. ദൈവം ശാസിക്കുന്നവൻ, അതായത് ദൈവത്തിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരുവാൻ അനുവദിക്കുന്ന നമ്മൾ സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത്. സർവശക്തന്റെ ശാസനത്തെ നമ്മൾ അവഗണിക്കരുത്. ദൈവം അറിയാതെ ഒന്നും, കാരണം ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി നമ്മളെയൊക്കെ സൗഖ്യപ്പെടുത്താൻ, ഒരു വാക്ക് മതി നമ്മളെ സുഖപ്പെടുത്തുവാൻ. അവിടുന്ന് നമ്മളെ സുഖപ്പെടുത്തുമെന്നുള്ള ഒരു വിശ്വാസം മാത്രം മതി. പക്ഷേ എന്തിനാണ് ഈ സഹനത്തിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നത്? കാരണം നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയറിയുവാൻ, ദൈവത്തിൻ്റെ ശക്തി അറിയുവാൻ, ദൈവത്തിൻ്റെ സൗഖ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സംരക്ഷണം നമ്മൾ അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 21-ാം വാക്യത്തിൽ: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. അവിടുന്ന് കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. നോക്കുക, ദൈവമാണ് എനിക്ക് എല്ലാം തന്നത്. ദൈവമാണ് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുന്നവന്. ദൈവമാണ് എനിക്ക് സമ്പത്തും മക്കളെയും ജീവിത പങ്കാളിയും ആടുമാടുകളെയും എല്ലാം തന്നത്. അപ്പോൾ ആ ദൈവമാണ് ഇതെല്ലാം തിരിച്ചെടുത്തത്. അപ്പോൾ തന്ന ആ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ് ജോബ് ചെയ്തത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുസരിക്കേണ്ടതും നമ്മൾ പാലിക്കേണ്ടതും. ദൈവമാണ് എനിക്കെൻ്റെ മക്കളെ നൽകിയത്, ദൈവമാണ് എൻ്റെ ജീവിത പങ്കാളിയെ നൽകിയത്, ദൈവമാണ് എനിക്ക് ഈ സമ്പത്തൊക്കെ അനുഭവിക്കുവാനും ഈ സുഖസൗകര്യങ്ങളൊക്കെ അനുവദിച്ചത് എൻ്റെ ദൈവമാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക്
നമുക്ക് പരാതി പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ ശക്തി കൊണ്ടാ, എൻ്റെ കഴിവ് കൊണ്ടാ, നോക്കിക്കേ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചതാണ്, ഞാൻ നേടിയെടുത്തതാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ആരോഗ്യം കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാണ്, ഇതൊക്കെ ഞാൻ അധ്വാനിച്ച് നേടിയതാണ്. ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ, അഹങ്കാര ചിന്തകളൊക്കെ നമുക്ക് നൽകുന്നത് പിശാചാണ്. ഈ ചിന്തകളിലൊക്കെയാണ് നമ്മൾ ചിലപ്പോഴൊക്കെ വീണു പോകുന്നത്. അവിടെയാണ് നമ്മൾ തളർന്നു പോകുന്നത്. എന്നാൽ ഇതൊക്കെ ദൈവമാണ് എനിക്ക് തന്നത്. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, ജോബിനെ പോലെ ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊരു ചെറിയ രോഗം പോലും വരികയില്ല. കാരണം മുഴുവൻ സമയവും ദൈവം എന്നെ ഇങ്ങനെ ഇറ്റിറ്റ് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ദൈവത്തിന് എന്തിയെ എൻ്റെ ഈ ജീവിതത്തിലെ ഈ സഹനങ്ങളെ ഒരു നിമിഷം കൊണ്ട് എടുത്തു മാറ്റാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതിങ്ങനെ വിശ്വാസമില്ലാതെ വരുമ്പോൾ, നമ്മൾ അവിടുത്തെ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിൽ നിന്ന് അനുഗ്രഹം നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ഈ സഹനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ, ഈ പരീക്ഷണത്തെ അതിജീവിച്ച് കഴിയുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം, നിത്യസമ്മാനം അല്ലെങ്കിൽ നിത്യസൗഭാഗ്യം, അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ വരുമ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ സഹിക്കുകയും ചെയ്യണം, പക്ഷെ അനുഗ്രഹവും നമുക്ക് ലഭിക്കാതെ വരും. വീണ്ടും ജോബിൻ്റെ ജീവിതത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിൽ ഒന്നിനും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് തിന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ദൈവം അനുവദിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാതിരിക്കരുത്. അത് നമ്മൾ സ്വീകരിക്കണം. അതിനെ സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കണമെന്ന് ജോബ് തന്നെ കളിയാക്കിയ തൻ്റെ ഭാര്യയോട് പറയുകയാണ്. ഇതുപോലെ നമ്മളോടും ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ദൈവകരങ്ങളിൽ നിന്ന് എനിക്ക് അനുഗ്രഹം മാത്രം മതി, എനിക്ക് നല്ല ആരോഗ്യം മാത്രം മതി, എനിക്ക് സുഖസന്തോഷം മാത്രം മതി എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവൻ തന്നെ ചിലപ്പോൾ നമ്മളെ സഹനത്തിൽ കൂടിയും രോഗങ്ങളിൽ കൂടിയൊക്കെ കടത്തിവിട്ടെന്നിരിക്കും. ചിലപ്പോൾ ദൈവം അനുവദിച്ചെന്നിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാകണം. അവിടെയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ജോബിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, ഒരാൺകുട്ടി രൂപം കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് രാത്രി ശപിക്കപ്പെടട്ടെ എന്ന്. ഇതുപോലെ ചിലപ്പോൾ ജോബിൻ്റെ സ്ഥാനത്ത് നമ്മളും നമ്മളെ തന്നെ ഓർത്ത് നിരാശപ്പെട്ടെന്നിരിക്കാം, വേദനിച്ചെന്നിരിക്കാം, കുറ്റപ്പെടുത്തിയെന്നിരിക്കാം. എന്തിനാണ് എനിക്കിങ്ങനെയൊരു ജന്മം നൽകിയത് എന്നൊക്കെ ജോബും ഒരു നിമിഷത്തിൽ പരാതിപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മാനസികമായ പരാതികളും സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. അവിടെയൊക്കെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇനി നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുകയോ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. എത്രമാത്രം ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയോ, ഒറ്റപ്പെട്ടു പോയോ, ദൈവത്തെ പഴിചാരുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ തിരിച്ചു വരാനുള്ളൊരു സമയമായി നമ്മൾ ഈ അവസരത്തെ ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മൾ കടന്നു വരണം. വീണ്ടും ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 7-ാം അധ്യായം 18-ാം വാക്യം, ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കുവാനും ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കുവാനും അവൻ ആരാണ്? നോക്കുക, എത്രയോ വലിയ കരുതലാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കുന്നു, ഓരോ നിമിഷവും അവനെ പരിരക്ഷിക്കുവാനും അവൻ ആരാണ്?
ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ, നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അഹങ്കരിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമോ? ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി ദൈവം ഓരോ നിമിഷവും നമ്മളെ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് നമ്മളെ പരീക്ഷിക്കുവാനും അവൻ ആരാണ്? വീണ്ടും ഉമ്മിനീരിറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങനെ നോക്കിയിരിക്കും? നോക്കുക, എത്രയോ വലിയ കരുതലാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. തൻ്റെ ഉമ്മുനീര് പോലും ഇറക്കാനായിട്ട് ആ ഒരു സമയം പോലും ദൈവം നമ്മളെ എത്രയോ കാര്യമായിട്ടാണ് നോക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും കരുതലുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്ക് അതിനെന്താണ്? അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉന്നം വച്ചിരിക്കുന്നു? നോക്കുക, നമ്മൾ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മൾ സങ്കടപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും, നമ്മൾ ദൈവത്തെ പഴിച്ചാലും വിശ്വാസത്തിൽ നിന്ന് ഉപേക്ഷിച്ചാലും നമ്മുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് ഉമ്മിനീര് പോലും ഇറക്കാതെ കാത്തിരിക്കുന്ന സ്നേഹത്തോടുകൂടി ഇത്രയും കരുതലുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ ഓർത്ത്, വേർപാടിനെ ഓർത്ത്, നമ്മുടെ ദുഃഖങ്ങളെ ഓർത്ത്, നമ്മുടെ സഹനങ്ങളെ ഓർത്ത്, നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്നോർത്ത്, നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചു പോയെന്ന് കരുതി നമ്മൾ എന്തിനാണ് ദൈവത്തെ പഴിക്കുന്നത്? ദൈവസ്നേഹത്തിൽ നിന്ന് എന്തിനാണ് നമ്മൾ അകന്നു പോകുന്നത് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ജോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നെങ്കിൽ അത് നീക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായ, ഇന്ന് കൈകളിൽ നിന്നാണ് ഇവിടെ പറയുന്നത്, പക്ഷേ ശരീരത്തിലെ ഏത് അവയവങ്ങളെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹിക്കുന്ന ആ സഹനങ്ങളും വേദനകളും ദൈവകരങ്ങളിലേക്ക് ഉയർത്തി, ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെയും രോഗങ്ങളിൽ നിന്നും നമുക്ക് സൗഖ്യം നേടുവാനായിട്ട് സാധിക്കും. ഒരു സ്തുതിയുടെ ജീവിതം. എനിക്ക് ദൈവം നൽകി ഈ രോഗത്തെ ഓർത്ത്, ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം എനിക്ക് തന്ന ഈ സഹനത്തെ ഓർത്ത്, ദൈവമേ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ ഓർത്ത്, ദൈവമേ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, ഓരോ സഹനങ്ങളെ ഓർത്ത്, കടബാധ്യതകളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കുന്ന ഈ സഹനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ രക്ഷയും സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാതെ പോകുന്നത് നമ്മൾ ഇത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ വേണ്ട രീതിയിൽ നമ്മൾ മഹത്വപ്പെടുത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം: ദൈവമേ, അങ്ങൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെ ഓർത്ത്, എല്ലാ വേദനകളെ ഓർത്ത്, എല്ലാ ദുഃഖങ്ങളെ ഓർത്ത് ഇതാ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നുവെന്ന് ഇപ്പോൾ തന്നെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ വേദനകളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ശാരീരിക രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ, വേദനകളെയൊക്കെ ഓർത്ത് നമ്മൾ നിരാശയിലോ ദുഃഖത്തിലോ ആണ് കഴിയുന്നതെങ്കിൽ, അവരുടെ വേർപാടിനെ ഓർത്ത് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിരാശയിലാണ് കഴിയുന്നതെങ്കിൽ,
ദൈവമേ, ഇതെല്ലാം ദൈവം എനിക്ക് തന്നതാണ്, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ വൈകിപ്പോയി. നമുക്ക് മാപ്പ് ചോദിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പരിശുദ്ധി അമ്മേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് നിരന്തരം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.